ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണ്, അവരുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം നമുക്ക് അവരുടെ സിറ്റുവേഷൻ ഒന്ന് നോക്കാവേ. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. മൂൺ കാർഡ് വന്നിട്ടുണ്ട്. സെവൻ ഓഫ് വാൻഡ്സ്, നയൻ ഓഫ് സോർഡ്സ്, സ്ട്രെങ്ത്, ഹെറോഫന്റ്, ടു ഓഫ് വാൻഡ്സ്, ടെൻ ഓഫ് കപ്സ്. അപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഹെർമിറ്റ് ആണ്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യമല്ലേ നമ്മളിവിടെ നോക്കിയത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യമാണ് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ ഭയമുണ്ട്. എന്തിനാണോ അവരുടെ ഉള്ളിൽ ഭയമുള്ളത്? ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കണ്ടില്ലേ? അവർ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരിവിടെ, നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരിവിടെ കർമ്മ ഫേസ് ചെയ്യുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യം അവരുടെ മോശമാണ്. മോശം സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായി? ഈ ഒരു മോശം സാഹചര്യം ഇവർക്ക് ഇത് നല്ലതായിട്ട് വരും എന്നവർ വിചാരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കുറേ അനുഭവിച്ചു. കാരണം അവർ കുറേ അനുഭവിക്കുകയാണ്, കണ്ടില്ലേ? ഉറക്കം പോലും ഇല്ലാത്ത കുറേ രാത്രികൾ അവരിവിടെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും അവർ വിചാരിക്കുന്നുണ്ട്, ഒരു കർമ്മ അനുഭവിച്ച് കഴിയുമല്ലോ, ഒരു രാത്രി കഴിയുമ്പോൾ ഒരു പകൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സമയം ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർ ഉറക്കമില്ലാതെ രാത്രികൾ കടന്നു പോകുന്നു. ഇത് കർമ്മ ഫേസ് ചെയ്യുന്നു. ഇവിടെ ഈ ഒരു സമയത്ത് വല്ലാത്ത ഒരു ഫേസ് അല്ലാതെ വല്ലാത്ത ഒരു സാഹചര്യത്തെ അവരിവിടെ ഫേസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ അവർക്ക് അതിജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വരികയാണ്. എങ്ങനെ മുന്നോട്ട് വരുന്നു? കണ്ടില്ലേ? പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട്. പ്രശ്നങ്ങളുണ്ട് ഇവർക്ക്, ചുറ്റിനും പ്രശ്നങ്ങളാണ്. പക്ഷെ അവർ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സെവൻ ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. പ്രശ്നങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം? മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് നല്ല ഒരു സ്നേഹത്തിലാണ് കഴിയുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ കടന്നു പോകുന്ന സാഹചര്യം ഒരുപാട് പേടി അനുഭവിക്കുന്നുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ഫിയർ ഉണ്ട്. സൊസൈറ്റി ഫിയർ ആണ് കൂടുതലായിട്ട്. അവർ ചിലപ്പോൾ അറിയപ്പെടുന്ന വ്യക്തിയാവാം, സമൂഹത്തിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു കുടുംബനാഥനാവാം, കുടുംബത്തിലൊക്കെ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രമാത്രം ഭയം അനുഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ശരിയായ വിധത്തിൽ അവർ ഭയം അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരിവിടെ ഉറക്കമില്ലായ്മ, ഈ ഒരു ഭയം നിമിത്തമാണ്, ഉൾഭയം നിമിത്തം, സൊസൈറ്റി ഫിയർ നിമിത്തം അവരിവിടെ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നു. കണ്ടോ? രാത്രിയിൽ ഉണർന്നിരുന്ന് കരയുന്ന എനർജി, കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് കരയുന്ന എനർജി. ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ ഒരു എനർജിയിലായിരിക്കാം. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു കാർഡ് ഇവിടെ വന്നത്. അപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന, നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്ന സാഹചര്യമാണ് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള ഉത്തരമാണ് ഇത്. നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്ന സാഹചര്യം ഇതാണ്. നയൻ ഓഫ് സോർഡിന്റെ എനർജിയാണ്. കാരണം കർമ്മ ഫേസ് ചെയ്യുന്ന എനർജിയാണെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും എന്താണ്? ഉറക്കമില്ല. വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഇപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയിലായിരിക്കണം.
അതുതന്നെയാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ കോണ്ടാക്ട് ഇല്ല. മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടില്ലേ? 7 ഓഫ് വാൻസ് വന്നിരിക്കുന്നു. ഇവിടെ നിങ്ങളുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റിലല്ല. അല്ല എങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കണം. കുറച്ച് നാൾ കൊണ്ടേ നിങ്ങൾ തമ്മിൽ നല്ല കോണ്ടാക്റ്റിലല്ല. എന്നാൽ ചിലപ്പോഴൊക്കെ ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോഴൊക്കെ ചെറിയ തരത്തിലുള്ള മെസ്സേജ് ഇടുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടാക്ട് തീരെ വിട്ടുപോകുന്നുമില്ല, അതവർ ഇഷ്ടപ്പെടുന്നുമില്ല. ചിലരുടെയൊക്കെ കോണ്ടാക്ട് നല്ലതുപോലെ വിട്ടുപോയിട്ടുമുണ്ട്, ചിലർ ലെസ് കോണ്ടാക്റ്റിലുമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ ഭയപ്പെടുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹം അറിയുമോ, സൊസൈറ്റി ഫിയർ ആണ്. ഞാൻ ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാര്യം, ചിലപ്പോൾ ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം, ഇത് ഏതൊരു തരത്തിലുള്ള ബന്ധങ്ങൾക്കും ബാധകമാണ്. ലവേഴ്സ്, ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ മറ്റ് കപ്പിൾസിനിടയിലും ആകാം. അപ്പോൾ ഇത് ഏതൊരു ആർക്കും കാണാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വേണം എടുക്കാൻ. ഇവിടെ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് ഇത് കണക്റ്റ് ആവുന്നോ എന്നാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ മാച്ച് ആവുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. വെറുതെ ഇത് റീഡിങ് കണ്ടിട്ട് എൻ്റെ അല്ല ഇതെന്ന് പറയാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. മനസ്സിലായോ? നമ്മളിവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു, നമ്മൾ വന്നിരിക്കുന്ന ടോപ്പിക്കിനനുസരിച്ചുള്ള കാർഡ് എടുക്കുന്നു. അപ്പം വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ച് കാര്യങ്ങൾ പറയുന്നു, അതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി നല്ലതുപോലെ ഫിയർ അനുഭവിക്കുന്നു. മറ്റുള്ളവർ ഇത് അറിയുമോ, എൻ്റെ ഈ ഒരു കണക്ഷൻ മറ്റുള്ളവർ അറിയുമോ എന്നുള്ള പേടിയാണ് ഇവിടെ അനുഭവിക്കുന്നത്. ശരിയായ രീതിയിൽ അവർ ഇവിടെ പേടി അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിൽ അവർക്ക് ഉറക്കമില്ലായ്മയുണ്ട്. ഇനി അത് തന്നെയുമല്ല, ഇനി രാത്രിയിൽ ഉറക്കമില്ലായ്മ ഇത് സൊസൈറ്റി ഫിയർ മാത്രമാവണമെന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഇപ്പോൾ ഒരു ആർഗ്യുമെന്റ്സ് നടത്തിയിട്ടുണ്ടാവണം, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടാവണം. അപ്പോൾ പിന്നെ കുറെ വഴക്കിടുമ്പോൾ കുറെ അതും ഇതുമൊക്കെ വിളിച്ചു പറയും അല്ലേ, ബോധമില്ല, ഒരു ബോധവും പൊക്കണം ഒന്നുമില്ലാതെ ചില കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയും. അത് കഴിയുമ്പോഴാണ് തോന്നുന്നത് അയ്യോ അത് പറയണ്ടായിരുന്നു. അത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അവർക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ പിന്നെ അവർ വിചാരിക്കും വേണ്ട, ഇനി ഈ ഒരു കണക്ഷൻ വേണ്ട, ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്നു, അവർ ബ്ലോക്ക് ചെയ്യുന്നു, നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നു, എന്തായാലും ഇനി ഒരു കണക്ഷനേ വേണ്ട. പക്ഷെ അത് കഴിയുമ്പോൾ രണ്ടുപേർക്കും റിഗ്രറ്റ് ആയി, അതുപോലെ ഗിൽറ്റായി ഒരുപാട് കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അവർ വിഷമിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം അവരുടേത് ഇതാണെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മനസ്സിലായി? പക്ഷേ ഇവിടെ നിന്നും ഈ ഒരു സാഹചര്യത്തിന് മാറ്റം വരും. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണെങ്കിലും നാളെ വരുന്ന സമയം നല്ലതായിരിക്കും. നാളെ ഈ വ്യക്തിക്ക്, നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ചുകൂടി നല്ല സമയമായിരിക്കാം. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങളോട് അത് എന്തെങ്കിലും പറഞ്ഞതിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വാക്ക് തർക്കത്തിനിടയിൽ നിങ്ങളോട് വല്ലാതെ സംസാരിച്ചിട്ടുണ്ടാവാം. അത് പറഞ്ഞു പോയല്ലോ, അവരോട് അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് വിഷമിക്കാം. മനസ്സിലായോ? ഞാനതങ്ങനെ പറയണ്ടായിരുന്നു, മോശമായി പോയി, പറഞ്ഞതിൽ എനിക്ക് വല്ലാത്ത കുറ്റബോധം അനുഭവിക്കുന്നു. ഇനി അത് അവരോട് പറയാൻ പറ്റുമോ? കുറച്ചൊക്കെ ഈഗോ ഉള്ളത് കാരണം പറയാനും പറ്റില്ല. മനസ്സിലായി? പറഞ്ഞിട്ട് ഇനി അതിന് ഒരു ക്ഷമാപണം ഒന്നും നടത്താനും പെട്ടെന്ന് അത് പറ്റുന്നുമില്ല. ഇതൊക്കെ ഓർത്തിട്ടാണ് ഇവിടെ ഈ വ്യക്തി നന്നായിട്ട് വിഷമിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് സമയം കുറച്ചുകൂടി ഭേദമായിട്ട് വരുന്ന ഒരു എനർജിയാണ്. കാരണം എല്ലായ്പ്പോഴും ദുഃഖം അനുഭവിക്കില്ലല്ലോ. ഇതൊരു സൊസൈറ്റി ഫിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ തൽക്കാലം അനുഭവിക്കേണ്ടത് അനുഭവിക്കുകയാണ്. തൽക്കാലം ഈ ഒരു വ്യക്തി വളരെയധികം ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത്, വളരെയധികം പേടിയിലൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആകാംക്ഷയിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള അധമ വികാരങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. വികാരങ്ങളെ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. നമുക്ക് അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇവിടെ അതുപോലെ തന്നെ കർമ്മ ഫേസ് ചെയ്യുന്നു, രാത്രിയിൽ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നു, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇനി അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായി? ചുറ്റിനും പ്രശ്നങ്ങളാണ്. അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുടുംബത്തിൽ, അതുമല്ല എങ്കിൽ അവര് ഉൾപ്പെടുന്ന സമൂഹത്തിൽ, സൊസൈറ്റിയിൽ, അല്ല ജോലി ചെയ്യുന്നിടങ്ങളിൽ ഒക്കെയും പ്രശ്നങ്ങൾ ഉണ്ടാവാം. മനസ്സിലായോ? ഇത് ഓരോന്നോരോന്നായിട്ട് അവരുടെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇനി വേറൊരു പ്രശ്നം കൂടി ഇങ്ങോട്ട് വരണ്ട, ഇത്രയൊക്കെ ഉള്ളത് മതി, ഇനി മറ്റൊരു പ്രശ്നം കൂടി ഇങ്ങോട്ട് വരണ്ട എന്ന് കരുതിക്കൊണ്ട് അവരതിനെ തടയിടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്.
ഇവിടെ ഇതെല്ലാം കഴിയുമ്പോൾ കുറച്ചൊന്ന് ആശ്വാസമാകും, കുറച്ചൊരു നല്ല വഴിയിലൂടെ പോകാൻ സാധിക്കും, കുറച്ച് കർമ്മയൊക്കെ കുറച്ചൊന്ന് റിലീസായിട്ട് നല്ല വഴിയിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. മനസ്സിലായി? ഇതാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം. ഇതാണ്. ഇനി അവരുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്ത് ആണ്. കുറച്ചുകൂടി സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വരണമെന്ന് അവർ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഇത്തരത്തിലൊക്കെ അനുഭവിച്ചു. അപ്പൊ കടന്നു പോകുന്ന സാഹചര്യം കുറച്ച് കഴിയാം, അല്ലെങ്കിൽ ഇത് എപ്പോഴും ഇത് ഈ ഒരു അനുഭവത്തിലായിരിക്കില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ കടന്നു പോകും എന്നവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവാം ഇനി കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരണം. 2-3 ദിവസമൊക്കെ ഉറക്കമില്ലായ്മ അനുഭവിച്ചു, ഇച്ചിരി മന്ദബുദ്ധിയെ പോലെ പെരുമാറേണ്ടതായിട്ട് വന്നു. ഉറക്കമില്ലായ്മ ഏറ്റവും വലിയൊരു ദുരന്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നശിച്ച ഒരു ഇതില്ല, അസുഖമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ബുദ്ധി തന്നെ മന്ദിച്ചു പോകുന്ന ഒരവസ്ഥ, പിന്നീട് ഒരു കാര്യങ്ങളും ഓർമ്മിച്ചെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരു മന്ദബുദ്ധിയെ പോലെ പെരുമാറേണ്ട ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരണം, ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോട് പിണങ്ങിയാലും കുറച്ചുകൂടെ ഒക്കെ ക്ഷമിക്കണം, അല്ലെങ്കിൽ പറഞ്ഞു പോയതിനെ കുറിച്ച് ക്ഷമിക്കണം, അല്ല എങ്കിൽ പിന്നീട് കുറച്ചുകൂടി സ്നേഹം കാണിക്കണം, കുറച്ചുകൂടി ദയ ഉണ്ടാവണം, ഇതൊക്കെ അവർ വിചാരിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങളെ ഇനിയും കയ്യിൽ ഒതുക്കാൻ പറ്റൂ, നിങ്ങൾ ഇനി അവരുടെ വശത്തേക്ക് വരൂ എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നീട് കണ്ടില്ല, ഇവിടെ 2 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടി അവരിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ 2 ഓഫ് വാണ്ട്സ്. 2 വാണ്ട്സ് ഉണ്ട്, പക്ഷെ ഒരു വാണ്ടിൽ ഇവരിവിടെ മുറുക്കെ പിടിച്ചിരിക്കുന്നു. അവരുടെ കയ്യിലൊരു ഗ്ലോബ് ഉണ്ട്, അതായത് ഈ വേൾഡിന്റെ ഒരു ഗ്ലോബാണിത്. അപ്പൊ ഈ വേൾഡ് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നില്ല. അവരുടെ ജീവിതത്തിലെ ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം നിങ്ങളാണ് എന്നൊക്കെ അവർ വിചാരിക്കുന്ന എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടി പിന്നീട് നോക്കി നിൽക്കാൻ തുടങ്ങുന്ന എനർജിയാണ് ഇത്. ഇതാണ് നിങ്ങളോടുള്ള ഒരു മനോഭാവമാണ് ഇത്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഹെയർ ഓഫ് എൻ്റെ എനർജി. ഇനി അഥവാ ഇതെല്ലാം കഴിയുന്നുണ്ട്, കുറച്ചുകൂടി സ്പിരിച്വൽ വേയിലോട്ട് മുന്നോട്ട് കടക്കണം, സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് കടക്കണം, കുറച്ചുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചിലപ്പോൾ വിവാഹം നടക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിലേക്കും പോകാം. അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ വിവാഹത്തിൻ്റെതായ സാഹചര്യം ഉണ്ടായെങ്കിൽ എല്ലാവരും അങ്ങനെ വിവാഹത്തിലേക്ക് പോകണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ വിവാഹത്തിൻ്റെതായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനുമുള്ള എനർജി ഇവിടെയുണ്ട്. ഇനി അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യവും ഇവിടെയുണ്ട്. ഇനി അതുമല്ല, മുന്നോട്ട് കുറച്ചുകൂടെ ഫ്യൂച്ചറിലേക്ക് പോകണം എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി കാണണം എന്നൊക്കെ വിചാരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാത്തു നിൽക്കുന്ന എനർജി നിങ്ങളുമായിട്ടൊരു ഫാമിലി സഹിതം മുന്നോട്ട് പോകണം എന്ന് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? അതാണ് 10 ഓഫ് കപ്സിന്റെ എനർജി. നിങ്ങളുമായിട്ടൊരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കാം, അതിനെ അവർക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു സോൾമേറ്റ് കണക്ഷനിലൂടെ മുന്നോട്ട് പോകണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവർക്ക് സൈലന്റ് മൂഡാണെന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമായിട്ട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ മറ്റ് ചില ഭൗതിക സുഖങ്ങളിൽ നിന്നും മറ്റ് ചില സന്തോഷങ്ങളിൽ നിന്നുമൊക്കെ അകന്ന് മാറി ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ അവർ എല്ലാ സന്തോഷങ്ങളിലും ഉൾപ്പെടുന്നില്ല, കാരണം അവർക്കത് കഴിയുന്നില്ല, സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു അകൽച്ച അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തൊട്ട് താഴെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. അതിന് തൊട്ട് താഴെ ഇവിടെ സക്സസിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നൈറ്റ് ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിലേക്ക് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് അവർക്ക്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് മെസ്സേജ് അയക്കണമെന്നും നിങ്ങളുമായിട്ട് ഒന്ന് കാൾ ചെയ്യണമെന്നും നിങ്ങളെ കാണണമെന്നും ഒക്കെയുള്ള ആഗ്രഹത്തോടുകൂടി ഇരിക്കുന്ന എനർജിയാണ് ഇത്. ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണെന്ന് നോക്കാവേ.
അവർക്കിപ്പോൾ നിങ്ങളോടുള്ള മനോഭാവം എന്താണ് നോക്കാം. സ്റ്റാറാണ്, ബോട്ടം വന്നിരിക്കുന്നത് സ്റ്റാറാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഹീലിങ്ങിലൂടെ, ഇവിടെ ഹീലിങ്ങിൻ്റെ എനർജിയാണ് സ്റ്റാർ എന്ന് പറയുന്നത്, മനസ്സിലായോ? ചക്ര ഹീലിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്ത് പോവുക, അതായത് പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോവുക, പരസ്പരം കെയർ ചെയ്യുക, പരസ്പരം ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരസ്പരം സ്നേഹിക്കുക, ആ സ്നേഹമാണ് ആ ഹീലിംഗ് എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ പരസ്പരം ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു മനോഭാവം ഇതാണ്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും വിട്ടുമാറി നിങ്ങളുമായിട്ട് പരസ്പര ഹീലിങ്ങിലൂടെ പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടുകൂടി മുന്നോട്ട് വരണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത്. തൊട്ട് ബാക്കിൽ ഒരു ജഡ്ജ്മെന്റ് ആണ്, ഒരു ജഡ്ജ്മെന്റ് വേണം, അല്ലാതെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് എത്രയും പെട്ടെന്ന് അങ്ങ് ഇണങ്ങി പോകാനൊന്നും പറ്റുന്നില്ല. ഒരു ജഡ്ജ്മെന്റ് വേണം, അടുത്തതായിട്ട് ഒരു ചാപ്റ്റർ വേണം, അടുത്ത സന്തോഷകരമായ ഒരു ചാപ്റ്റർ, ഒരു നീതി വേണം. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും അല്ലേ? എന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന്, വലിയ വലിയ വിഷമങ്ങളിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വരണം. ഒരു അടുത്ത അധ്യായം ഈ കാര്യത്തിൽ വേണം. ഈ ഒരു ബന്ധത്തിന് അടുത്ത ഒരു അധ്യായം നല്ലതായിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഇവിടെ ചിന്തിക്കുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ഉള്ള ആറ്റിറ്റ്യൂഡ് ഇതാണ്. അടുത്തായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ 2 of Cupsന്റെ എനർജിയാണ്. കാരണം ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ്. നേരത്തെ തന്നെ വന്നിരുന്നു നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ. നിങ്ങളോടും നിങ്ങളുടെ കുട്ടികളോടും ഒത്തുചേർന്ന് മുന്നോട്ട് പോകുന്നതാണ് അവർക്ക് സന്തോഷം നൽകുന്നത് എന്നിവിടെ കാണുന്നുണ്ടായിരുന്നു. ഈ ഒരു ബന്ധം നിങ്ങളിൽ നിന്ന്, ഈ ഒരു കണക്ഷൻ നിങ്ങളുമായിട്ട് അകന്നു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല, മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇവിടെ നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അവരുടെ കറന്റ് എനർജിയാണ് ഇത്. അവർ കടന്നു പോകുന്ന സാഹചര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി നിങ്ങളോടുള്ള മനോഭാവമാണ് 2 of Cups. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആത്മമിത്രം തന്നെയാണ്, അവരുടെ സോളിന്റെ ഒരു ഭാഗം തന്നെയാണ്, മനസ്സിലായോ? ഇവിടെ പരസ്പരം സ്നേഹം കൈമാറുന്ന എനർജിയാണ്. പരസ്പരം സ്നേഹം കൈമാറുകയും പരസ്പരം കെയർ ചെയ്ത് പരസ്പരം സപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ വേണ്ടത്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ടുപേർ തമ്മിൽ സ്നേഹിക്കുമ്പോൾ എന്താണ് വേണ്ടത്? അല്ലെങ്കിൽ ഇവിടെ സോൾമേറ്റ് കണക്ഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ്? പരസ്പരമുള്ള കെയറിങ്. ഒരാളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക, പരസ്പരം അതുപോലെ മനസ്സിൽ എന്താണ്? റെസ്പെക്റ്റ് ഉണ്ടാവണം. ഇല്ല എങ്കിൽ വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞ് വീണ്ടും എന്നും അടിപിടി ബഹളം ഇതൊക്കെ തന്നെ, മനസ്സിലായി? ഇത്തരത്തിലുള്ള ഒരു സ്നേഹമുണ്ട്, കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്പം ഒന്ന് അകന്നു പോയാലും വഴക്കിട്ട് പിരിഞ്ഞാലും വീണ്ടും വീണ്ടും കൂടിച്ചേർന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്? ഞാൻ തന്നെയാണല്ലോ അതും, അങ്ങനെയുള്ള ഒരു തോന്നലാണ്. 2 of Cupsന്റെ എനർജി അല്ലെങ്കിൽ ലവേഴ്സിന്റെ എനർജി വന്നത് എന്താണ്? പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഞാൻ തന്നെയാണതും, മനസ്സിലായി? അപ്പം എനിക്ക് വിഷമിക്കും, ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ദേഷ്യം കൊണ്ട് ഞാൻ ആ വ്യക്തിയോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് കൂടുതലായിട്ടും അത് എഫക്റ്റ് ആവുന്നത്, എന്നെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത്. കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഇതുപോലെ തന്നെ ഞാൻ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, മനസ്സിലായി? ഇതെൻ്റെ ഒരു ഭാഗമാണ്, എൻ്റെ ഒരു സോളിന്റെ ഒരു ഭാഗം തന്നെയാണിത്, ഇത് ഞാൻ തന്നെയാണ് എന്നുള്ള വിചാരവും വിശ്വാസവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ വഴക്കിട്ട് മുന്നോട്ട് പോകേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. അഥവാ പറഞ്ഞാൽ തന്നെയും പറയും, എല്ലാവരും പറയാറുണ്ടല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീണ്ടും കൂടിച്ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടല്ലേ? നിങ്ങളുമായിട്ട് ഈ ഒരു കണക്ഷനാണ് അവർക്കിപ്പോൾ ബോധം വന്നിരിക്കുന്നത്. അവരിപ്പോൾ ചിന്തിക്കുന്നത് എൻ്റെ ഭാഗം തന്നെയാണല്ലോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെപ്പറ്റി, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയാണ്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ സമയത്തിൽ നിന്നും കുറച്ചുകൂടി സമയം ബെറ്ററാക്കി മുന്നോട്ട് വരണം. ഇപ്പോൾ സമയം മോശമാണ്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. സമയദോഷം എല്ലാവർക്കും ഉണ്ടാകുന്നതല്ലേ? എല്ലായ്പ്പോഴും സമയം ഒരേപോലെ സ്നേഹിച്ചിരിക്കാൻ പറ്റില്ല എല്ലായ്പ്പോഴും. പക്ഷെ ഇനിയും കുറച്ചുകൂടി ഈ സമയം ഒന്ന് ബെറ്റർ ആക്കണം. ഇപ്പോഴത്തെ സമയം മോശമായിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം. അതുമല്ല എങ്കിൽ ഇനി അങ്ങനെ പറയാൻ പാടില്ല, കുറച്ചുകൂടി എന്താണ് ബെറ്ററാക്കി, സ്വഭാവത്തെ കുറച്ചുകൂടി ബെറ്ററാക്കി എടുക്കണം, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിലൊന്ന് കൺട്രോൾ വെക്കണം. ഇതൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഇതാണ്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ ആരാണ്? അവരുടെ സോൾമേറ്റ് കണക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ലവേഴ്സും വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ ലവേഴ്സും വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്, കണ്ടില്ലേ? നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം തന്നെ മുന്നോട്ട് പോകണം. ഫ്യൂച്ചറിലും നിങ്ങളോടൊപ്പം തന്നെ മുന്നോട്ട് പോകണമെന്നാണ് അവർ ഇവിടെ ചിന്തിക്കുന്നത്. കണ്ടോ? ഈ ഒരു കണക്ഷനാണ് അവരുടെ ഉള്ളിലുള്ളത്.
മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുപിരിഞ്ഞ് പോവില്ല. ഇനി വിട്ടുപിരിഞ്ഞ് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണ്, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ സംസാരിക്കാൻ വരും. കാരണം തീർച്ചയായിട്ടും അവരുടെ ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. അവരൊരു തുടക്കത്തിനായിട്ട് നിങ്ങളോടുള്ള ഈ ഒരു പിണക്കമെല്ലാം കഴിഞ്ഞ് ഒരു ഇണക്കത്തിനായിട്ട് വരും, ഒരു ആക്ഷൻ എടുക്കാൻ വരുന്നു, ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. അതിനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങളുടെ കണക്ഷൻ ഇടയ്ക്ക് 3 of Cupsന്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ റിലേഷൻഷിപ്പ് കാര്യമായത് കൊണ്ട് ഇവിടെ ഏതെങ്കിലും വ്യക്തികൾ ഇതിനിടയിൽ കടന്നുകൂടിയിട്ടുണ്ടാവണം. മനസ്സിലായത്. നമുക്ക് ബാക്കി വേറെ ഏതെങ്കിലും ഒരു ജനറൽ ആയിട്ടാണെങ്കിൽ നമ്മളിത് റീഡ് ചെയ്യുന്നെങ്കിൽ ഇവിടെ സന്തോഷത്തിനുള്ള എനർജിയാണെന്ന് പറയാം. ഒരു സന്തോഷത്തിലേക്ക് മുന്നോട്ട് കടക്കുന്നതെന്ന് വേണമെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങനെയും പറയാം. പക്ഷെ ഇനി ഇവിടെ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യമായത് കാരണം ഇവിടെ 3 of Cups വന്നിരിക്കുന്നത് ഇമോഷൻസിനെ കുറിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സ്നേഹത്തിനിടയിൽ മറ്റൊരു വ്യക്തി കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളതും കാണാൻ പറ്റും. ചിലപ്പോൾ ഈ ഒരു വ്യക്തി വന്നത് ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, നിങ്ങളുടെ ബന്ധുക്കളാവാം അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളാവാം, ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത ഗോസിപ്പ് പറഞ്ഞിട്ടുണ്ടാവാം. ഇനി ഇതൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ വന്നതും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിലൂടെ അഥവാ ഇനി മിണ്ടാനേ വന്ന് കാണത്തില്ല, ബ്ലോക്ക് ചെയ്തിട്ട് പോയി കാണും. ഒന്നും മിണ്ടാതെ ബ്ലോക്ക് ചെയ്തിട്ട് പോവുക. ചിലർ എന്തെങ്കിലും ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഫ്രണ്ട്സൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളെപ്പറ്റി. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നിങ്ങളോട് പിന്നെ അത് ചോദിക്കാൻ തന്നെ വരില്ല, വരാതെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പോകാം. നിങ്ങളും അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവിടെ വിഷമിക്കുക. മനസ്സിലായി. പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അവർ കടന്നു പോകുന്ന സാഹചര്യം ഇത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഇത് എന്തായാലും ശരി, അങ്ങനെ ഉണ്ടെങ്കിലും ശരി, നിങ്ങളോട് ഇവിടെ ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന നിങ്ങളോടുള്ള മനോഭാവമാണ്. ഇതിങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്. അവർ അത് ചിന്തിക്കുന്നുണ്ട്, അവർ വരിക തന്നെ ചെയ്യും എന്നുള്ള ഒരു തുടക്കത്തിലൂടെ നിങ്ങളോട് മുന്നോട്ട് പോകണം എന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്ന ഇതാണ് നിങ്ങളോടുള്ള മനോഭാവം. ഇപ്പോഴത്തെ അറ്റൂടെ ഇതാണ്. മനസ്സിലായോ? നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ്ങിന്റെ കാർഡ്സ് ഒന്ന് എടുത്തു നോക്കാം. എങ്ങനെയുള്ള സ്നേഹമായിരുന്നു നിങ്ങൾ തമ്മിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. 8 of Pentacles ആണ്. എത്ര കഷ്ടപ്പെട്ടാലും ശരി നിങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. നിങ്ങളെ മറ്റൊരാളിന് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അവർ കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഇനി സാമ്പത്തിക പ്രശ്നമുണ്ടോ, അതിലും കഷ്ടപ്പെട്ട് നേടാൻ തയ്യാറാണ്. കാരണം നിങ്ങളെന്നുള്ള വ്യക്തി അവർക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി എത്രമാത്രം ബുദ്ധിമുട്ടിയാലും കഷ്ടപ്പെട്ടാലും നിങ്ങളിലേക്ക് തന്നെ വരും, നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് അവരിവിടെ ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായോ? അതാണ് നിങ്ങളുടെ ബന്ധത്തെ വിട്ടുകളയാൻ അവർ തയ്യാറല്ല. എപ്പോഴും നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ടവറാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പൊ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായത്. മനസ്സിലായത്? നമ്മളിവിടെ 3 of Cupsന്റെ എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് നിമിത്തം നിങ്ങൾ തമ്മിൽ ഉള്ള സ്നേഹബന്ധത്തിന് ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരു അകൽച്ച സംഭവിച്ചിരിക്കുന്നു. 3 of Cups വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണല്ലോ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇതാണ് അതിന്റെ കാരണം. ഇവിടെ ടവർ മൊമെന്റ് സംഭവിച്ചിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷനിലായിരുന്നു, നല്ല സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടായി. ഇടയ്ക്ക് ആരോ ഒന്ന് കയറി വരാം, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ മറ്റു വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവാം. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിനിടയ്ക്ക് അവർ വേറൊരു കണക്ഷനിലേക്ക് പോയിട്ടുണ്ടാവാം. ചെറിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഏതെങ്കിലും വ്യക്തികളുടെ ഇടയ്ക്ക് കൂടുതലായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് നിമിത്തം നിങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ അവരുടെ ആ സ്വാധീനം നിമിത്തം നിങ്ങൾ തമ്മിൽ കുറച്ചൊന്ന് അകൽച്ച വരാം. കാരണം എന്തെങ്കിലും അവരെക്കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കിടാം. അങ്ങനെയും സംഭവിക്കാം. എംപററാണ്. അവരാണെങ്കിൽ എംപററുടെ സ്ഥാനത്താണ്. എംപറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർ ഒരു അധികാര പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. അവർക്ക് നല്ല ഈഗോയുണ്ട്. അതുകൊണ്ടൊന്നും അത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്ന് അവർക്ക് ഒരു ബോധം വരുത്തില്ല.
മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ലെവൽ ഹെഡഡ് ലവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു നിയന്ത്രിത സ്നേഹമാണ്. അതിന് കവിഞ്ഞ് എപ്പോഴും നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാനോ എപ്പോഴും നിങ്ങളെ വിളിച്ച് സംസാരിക്കാനോ ഒന്നും അവരെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. അതിനൊക്കെ ഒരു അതിർവരമ്പ് വെച്ചിട്ടുണ്ട്, മനസ്സിലായോ? ഒരു കൺട്രോൾ വിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ആ അതോറിറ്റി പവർ നിമിത്തം അവർക്ക് അത്രമാത്രം പിന്നെ അധികാര പദവിയുള്ള ചില വ്യക്തികളായിരിക്കണം, അല്ലെങ്കിൽ സൊസൈറ്റിയിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആവാം, ഏത് തരത്തിലായാലും. ഇനി ഇതൊന്നുമല്ല, ഉള്ളിൽ കുറച്ച് ഈഗോ ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, പിന്നെ ആവട്ടെ, അവരല്ലെങ്കിൽ മിണ്ടിക്കൊണ്ട് വരട്ടെ, വഴക്കിട്ടു, ശരി, പക്ഷെ ഇനി അവരിങ്ങോട്ട് വന്നോട്ടെ എന്ന് കരുതി കുറച്ച് ദിവസങ്ങളൊക്കെ ഇങ്ങനെ തള്ളി നീക്കും. അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരുമുണ്ട്. വിഷമം എന്തായാലും അനുഭവിക്കുകയും ചെയ്യും. ഒരു കാർഡ് എടുക്കാവേ. ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിറഞ്ഞ സ്നേഹം, നിങ്ങളോട് നിറഞ്ഞ സ്നേഹമുണ്ട്. ഇനി ഏത് സ്ഥാനത്തിരുന്നാലും അല്ലെങ്കിൽ എത്ര ഈഗോ ഉള്ളിലുണ്ടെങ്കിൽ പോലും നിങ്ങളോട് നിറഞ്ഞ സ്നേഹമുണ്ട്. നിങ്ങളുമായിട്ട് കുടുംബസഹിതം മുന്നോട്ട് പോകണമെന്ന് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അത് മുൻപേ തന്നെ അവർ കൊണ്ട് വന്നിരുന്നതാണ്. അവരുടെ കറണ്ട് സിറ്റുവേഷനിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? അപ്പോൾ നിങ്ങളോടുള്ള മനോഭാവത്തിലും വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടതെന്ന് നമ്മൾ ചോദിക്കുമ്പോഴും ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി, നിറഞ്ഞ സ്നേഹത്തോട് കുടുംബസഹിതം മുന്നോട്ട് സ്റ്റേബിളായിട്ടുള്ള ഒരു ലവ് നിലനിർത്തി തന്നെ മുന്നോട്ട് പോകണം എന്നിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഒരു ഇതുണ്ട്, നിങ്ങൾക്കൊരു ഗൈഡൻസ് കാർഡുണ്ട്. ഇത് ഒറക്കിൾ കാർഡ്സ് ആണ്, ലവ് ഒറക്കിളാണ്. അതിൽ നിന്ന് ഞാൻ ഷഫിൾ ചെയ്തൊന്ന് എടുത്താണ് നിങ്ങൾക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട്. പ്ലേഫുൾനെസ് ആണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കാർഡ് എനിക്ക് തോന്നുന്നു മുൻപും വന്നിട്ടുള്ളതായിരിക്കണം. എന്തായാലും ഇപ്പോൾ വന്നതും ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോട്ടറി ഈസ് ദ ബെസ്റ്റ് തെറാപ്പി, ഹാവ് സം ഫൺ ടുഗദർ ആൻഡ് റിമെമ്പർ ലവ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഹീലർ. ലോട്ടറി ഈസ് ദ ബെസ്റ്റ് തെറാപ്പി. നമ്മൾ ചിരിയാണല്ലോ, അല്ലേ? നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ചിരിക്കുക. ആ ചിരിയിലൂടെ എന്താണ്, നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുക. ചുമ്മാ ഒരാളിനെ കാണുമ്പോൾ മുഖം ഇങ്ങനെ വീർപ്പിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താണ്, ഉള്ളിൽ എന്തും ആയിക്കോട്ടെ, പക്ഷെ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അങ്ങനെയല്ല പെരുമാറേണ്ടത്. എങ്ങനെയാണ്? അപ്പൊ ഈ ഒരു തരത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളം ശുദ്ധമാകണം. എന്നാലേ എല്ലായ്പ്പോഴും നാച്ചുറലായിട്ടുള്ള ചിരി വരികയുള്ളൂ, അല്ലേ? അല്ല വെറുതെ ആക്കിച്ചിരിക്കുന്നതും ഉണ്ട്. ചിലരൊക്കെ ഇങ്ങനെ ചിരിച്ചു കാണിക്കും, പക്ഷെ ഉള്ളു നിറയെ എന്താണ്, ദുഷ്ടാണ്. ആരെങ്കിലും കണ്ടു നല്ലതുപോലെ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവരെക്കുറിച്ചുള്ള കുറ്റം പറച്ചിലായിരിക്കും പിന്നീട്. അത് ചിലരുടെ ഒരു സ്വഭാവം അങ്ങനെയുണ്ട്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിരി നല്ലൊരു തെറാപ്പിയാണ്. ചിരി എന്ന് പറയുന്ന ഒരു നല്ല ചികിത്സയ്ക്ക് തുല്യം തന്നെ, ഒരു ചികിത്സ തന്നെ, സുഖചികിത്സ തന്നെയാണ്. പിന്നെ ഹാവ് സം ഫൺ ടുഗദർ, പരസ്പരം എന്താണ്, തമാശ പറഞ്ഞ് ചിരിക്കാൻ ശ്രമിക്കുക, പരസ്പരം തമാശ പറഞ്ഞ് ചിരിക്കാൻ ശ്രമിക്കുക, സന്തോഷിക്കാൻ ശ്രമിക്കുക, സന്തോഷം നിലനിർത്താൻ ശ്രമിക്കുക. ലവ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഹീലർ. സ്നേഹമാണ് ഏറ്റവും വലിയൊരു ഹീലർ എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ സ്നേഹത്തെ കൊണ്ടുവരിക. രണ്ടുപേരും കൂടെ തമ്മിൽ പിരിഞ്ഞിരിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും കഴിഞ്ഞതൊക്കെ മറന്നിട്ട് നിങ്ങൾ ഒന്നു ചേരുക തന്നെ വേണം എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ക്ലൂസ് വേണമെങ്കിൽ ഒന്ന് നോക്കാം, വേണ്ടവർ കണ്ടാൽ മതിയാവും. കോഴിക്കോടാണ് വന്നിരിക്കുന്നത്. ഏപ്രിൽ മന്ത് വന്നിട്ടുണ്ട്. എറണാകുളം, ഏരീസ്, മേടമാസം, അശ്വതി ഭരണി കാർത്തിക കാൽ. നമ്പർ 6, കോട്ടയം, ജനുവരി മന്ത്. ഓഗസ്റ്റ്, ലെറ്റർ എ, ലെറ്റർ ബി, വി വൈ, ലെറ്റർ വി, ലെറ്റർ വൈ. നമ്പർ 4, നമ്പർ 2, ലെറ്റർ ആർ, ലെറ്റർ എസ്. തിരുവനന്തപുരം, ജൂലൈ മന്ത്.
നമ്പർ 5. ലെറ്റർ സി, ലെറ്റർ പി. വയനാട്, പത്തനംതിട്ട. ലെറ്റർ ടി, ലെറ്റർ യു. നമ്പർ 7. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസിനനുസരിച്ച്, നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് ആർക്കൊക്കെ റെസൊണേറ്റ് ആയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്കേ അറിയാവുള്ളൂ. നിങ്ങൾക്കത് റെസൊണേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായി. അതുപോലെ റീഡിങ് വേണമെങ്കിൽ, പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.